ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടത്തോരനാണ്. അപ്പം നമുക്ക് ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പപ്പടം ചെറുതായിട്ട് കീറി ഇടുവാണ്. ഇത് നമുക്ക് ഇനി വറുത്ത് കോരണം. നമുക്ക് പപ്പടം എല്ലാം കീറി എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ പപ്പടം എല്ലാം വറുത്ത് പാകത്തിന് കോരാൻ റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തേക്കാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി, പച്ചമുളക് എന്നിവ ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതും നമുക്കൊന്ന് വഴന്ന് കിട്ടാനുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു തോരൻ, പപ്പടമൊക്കെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും മൂക്കണ്ട, എന്നാലും ആ പച്ച മണം ഒന്ന് മാറി ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഈ തേങ്ങയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ. അപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ചിട്ടാൽ മതി. വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്തേ. കാര്യം പപ്പടത്തിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഇട്ടാൽ ഉപ്പ് കൂടി പോകും തോരന്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. പപ്പടവും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കി ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തേങ്ങയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ച പപ്പടം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഞെരുക്കി പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാകും. നന്നായിട്ട് ഇളക്കിയെടുക്കണം. മസാലയിലെല്ലാം പപ്പടം നല്ലോണം പിടിക്കണം. തേങ്ങയുടെയും മുളക് പൊടിയുടെയും നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വേറെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.